Welcome to Aries Vlogs. Today, our lesson is based on pie chart. അതായത് രണ്ട് പൈ ചാർട്ടുകൾ കിട്ടിയാൽ അതിനെക്കുറിച്ചുള്ള ഡേറ്റ വായിച്ച് എങ്ങനെ പാരഗ്രാഫ് എഴുതാം എന്നാണ് നമ്മളുടെ ഇന്നത്തെ പാഠഭാഗം. ഇതാണ് ക്വസ്റ്റ്യൻ. The data of the expense of two companies A and B is given in the pie chart. A എന്നും B എന്നും ഉള്ള കമ്പനികളുടെ ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ ഒരു പൈ ചാർട്ട് രൂപത്തിൽ തന്നിട്ടുണ്ട്. റൈറ്റ് ആൻ അനാലിറ്റിക് പാരഗ്രാഫ് ബേസ്ഡ് ഓൺ ഇറ്റ് ഇൻ 120 വേർഡ്സ്. 120 വേർഡ്സേ പാടുള്ളൂ. അതിൽ ഈ ഡേറ്റ വിശകലനം ചെയ്ത് ഒരു പാരഗ്രാഫ് എഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലുള്ള പേഴ്സൻറ്റേജ് മാത്രം എഴുതിയാൽ പോരാ, അതിനെക്കുറിച്ചുള്ള നമ്മളെ അഭിപ്രായങ്ങളും അതിൽ വരണം. ലെറ്റ് us ബിഗിൻ. ആദ്യം തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതൊരു പൈ ചാർട്ടാണെന്നും 3 തരം ബാർ ഗ്രാഫ് പഠിക്കുന്നുണ്ട്, പൈ ചാർട്ട് പഠിക്കുന്നുണ്ട്, ലൈൻ ഗ്രാഫ് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് പൈ ചാർട്ടാണെന്നും പൈ ചാർട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നും ആദ്യത്തെ സെൻറ്റൻസിൽ, അതായത് ഇൻട്രൊഡക്ഷനിൽ തന്നെ വ്യക്തമാക്കുക. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം: ദ പൈ ചാർട്ട് ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് എക്സ്പെൻസ് ഓഫ് കമ്പനീസ് എ ആൻഡ് ബി ഫോർ വേരിയസ് പേർപ്പസ്. അതായത് അവരുടെ കമ്പനിയിലുള്ള വിവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചിലവാക്കുന്ന പേഴ്സൻറ്റേജ്, ചിലവിൻ്റെ പേഴ്സൻറ്റേജാണ് ഈ പൈ ചാർട്ടിലൂടെ വ്യക്തമാകുന്നത് എന്നെഴുതാം. ഇനി നമുക്ക് പൈ ചാർട്ടിലേക്ക് കടക്കാം. കമ്പനി എ ഏറ്റവും കൂടുതൽ ഏതിനാണ് ചിലവഴിക്കുന്നത് നോക്കാം. എംപ്ലോയീസാണ്, 28%. അപ്പോൾ ആ എംപ്ലോയീസ് തന്നെ കമ്പനി ബി എത്ര ചിലവഴിക്കുന്നു? 34%. അങ്ങനെ വരുന്ന സമയത്ത് അവ രണ്ടും തമ്മിൽ ചേർത്ത് നമുക്കൊരു പോയിൻ്റ് എഴുതാം. എന്താണ് എഴുതുക? പൊതുവായി പറഞ്ഞാൽ രണ്ട് കമ്പനികളും എംപ്ലോയീസിൻ്റെ സാലറിക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടിയാണ് കൂടുതലും ചിലവഴിക്കുന്നത്. അതിൽ തന്നെ കമ്പനി ബി ആണ് കമ്പനി എക്കാട്ടിലും മികച്ച രീതിയിൽ എംപ്ലോയീസിനെ പരിപാലിക്കുന്നത്. നമുക്കത് എഴുതാം. ജനറലി സ്പീക്കിംഗ്, ബോത്ത് കമ്പനീസ് സ്പെൻഡ് ദ മോസ്റ്റ് ഫോർ എംപ്ലോയീസ്, പെർഹാപ്സ് ഫോർ ദിയർ സാലറി ആൻഡ് അതർ പെർക്സ്. പെർക്സ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ. പിന്നെ നമുക്ക് ആ എമൗണ്ട് കൃത്യമായിട്ട് എഴുതാം. കമ്പനി എ സ്പെൻസ് 28% ആൻഡ് കമ്പനി ബി സ്പെൻസ് എ മച്ച് ഹയർ എമൗണ്ട് ഓഫ് 34%. നെക്സ്റ്റ് നമുക്ക് തൊട്ടിപ്പുറത്തെ കോളം നോക്കാം. ടാക്സ് ആണ് സൂചിപ്പിക്കുന്നത്. കമ്പനി എ പേയ്സ് ദ മോർ ടാക്സ്, 14%. കമ്പനി ബി ആണെങ്കിൽ 6% മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അത് നമുക്ക് എഴുതാം. ദ ടാക്സ് പെയ്ഡ് ബൈ കമ്പനി എ ഇസ് 14%, വേറാസ് കമ്പനി ബി പേയ്സ് ഓൺലി 6%. ഇനി നമുക്ക് ജനറലായിട്ട് ഇതിനെന്തെങ്കിലും ഒരു കാരണവും എഴുതാം. യൂഷ്വലി ടാക്സ് എക്സെംഷൻ കിട്ടപ്പോഴാണ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എക്സെംഷൻ കിട്ടും, ഒരു ചെറിയ കൺസെഷൻ കിട്ടും. അത് നമുക്ക് സൂചിപ്പിക്കാം. ദ ലാറ്റർ മേ ഹാവ് സം ചാരിറ്റി. ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത് സൂചിപ്പിച്ച ആൾ. ഇവിടെ രണ്ടാമത് സൂചിപ്പിച്ചത് കമ്പനി ബീനെയാണ്. അതുകൊണ്ട് ദ ലാറ്റർ മേ ഹാവ് സം ചാരിറ്റി ഓർ എംപ്ലോയീസ് വെൽഫെയർ എക്സ്പെൻസസ്. കമ്പനി ബിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ട സ്പെഷ്യലായിട്ട് വല്ല വെൽഫെയർ ചിലവുകളോ ഉണ്ടായിരിക്കാം. ബൈ വിച്ച് ദേ ഗെറ്റ് ടാക്സ് കൺസെഷൻ. അതുകൊണ്ടായിരിക്കാം ടാക്സ് കൺസെഷൻ കിട്ടുന്നത്, ടാക്സിന് ഇളവ് കിട്ടുന്നത്. അടുത്തത് മെഷീൻ ആൻഡ് ഇലക്ട്രിസിറ്റി. അത് കമ്പനിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയുള്ളതാണല്ലോ. ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എത്ര പൈസ ചിലവാക്കുന്നു, യന്ത്രങ്ങൾക്ക് വേണ്ടി എത്ര ചിലവാക്കുന്നു. അപ്പോൾ അത് കമ്പനി ബി ആണ് കൂടുതലും ചിലവാക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. ഇൻ ദ കേസ് ഓഫ് മെഷീൻ ആൻഡ് ഇലക്ട്രിസിറ്റി, കമ്പനി ബി സ്പെൻസ് എ ഹയർ പെർസെൻറ്റേജ്, ദാറ്റ് ഈസ് 18% കമ്പയർഡ് ടു എസ് 12%. അതായത് മെഷീൻ ആൻഡ് ഇലക്ട്രിസിറ്റിക്ക് കമ്പനി എയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കമ്പനി ബി ആണ് കൂടുതൽ ചിലവഴിക്കുന്നത്. അവിടെ നമ്മൾ ആ പെർസെൻറ്റേജും എഴുതുക. അടുത്തത് റോ മെറ്റീരിയൽസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനാണ്. ഈ റോ മെറ്റീരിയലും ട്രാൻസ്പോർട്ടേഷനും മെഷീനും ഇലക്ട്രിസിറ്റിയും കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കമ്പനിയുടെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ രണ്ട് പോയിൻ്റ് നമുക്ക് ഒരുമിച്ച് ചേർത്ത് എഴുതാം. നമുക്കിങ്ങനെ എഴുതാം: കമ്പനി ബി സ്പെൻസ് 22% ഫോർ റോ മെറ്റീരിയൽസ്. 22% അവർ റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം, വിച്ച് ഇസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ എസ് 20%. ഒരു നേരിയ വർധനവ്, എയുടെ 20%-ക്കാളും ഒരു നേരിയ വർധനവ് അതിനുണ്ട്. ഈ ഒരു എക്സ്പെൻസ് കാണുമ്പം നമുക്ക് തീർച്ചപ്പെടുത്താം കമ്പനി ബി ആണ് കൂടുതലും നല്ല നിലയിൽ
മെയിൻ്റനൻസ് ഒക്കെ ചെയ്തു പോകുന്നത്. അതെഴുതാം. ഇറ്റ് ഈസ് ക്ലിയർ ദറ്റ് കമ്പനി ബി ഈസ് മോർ വെൽ മെയിൻറ്റെയിൻഡ് ദാൻ എ. ഈ റോ മെറ്റീരിയൽസും ട്രാൻസ്പോർട്ടേഷനും കൂടുതൽ ഉപയോഗിക്കപ്പോഴാണ് കമ്പനി കൂടുതൽ പെർഫോം ചെയ്യുമ്പം, കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പം, അപ്പോഴാണല്ലോ അസംസ്കൃത വസ്തുക്കളും ട്രാൻസ്പോർട്ടേഷനും ഗതാഗതമൊക്കെ അധികമായിട്ട് വരിക. ആ കാര്യത്തിലും കമ്പനി ബി ആണ് മുന്നിൽ. അപ്പോൾ നമുക്ക് അനുമാനിക്കാം എന്ത്, കമ്പനി ബി ആണ് ഒരു ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നത്. അതെഴുതാം. ആസ് ദ പെർസെൻറ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഹയർ, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് company B is a better performer than A. There is a column other expenses, മറ്റ് ചിലവുകൾ. അത് both companies have done the same thing, 20%. അപ്പോൾ നമുക്കതൊന്ന് പരാമർശിച്ച് പോവാം. In the case of other expenses, both companies have spent 20% each. ഇനി ഡേറ്റ ഒന്നും ബാക്കിയില്ല, എല്ലാം നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. കൺക്ലൂഷനിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ടു സം അപ്പ്, അതായത് ആകെ എല്ലാം കൂടെ പറയുകയാണെങ്കിൽ, വി ക്യാൻ സേ ദറ്റ് ബോത്ത് കമ്പനീസ് ഹാവ് എ പ്ലാൻഡ് എക്സ്പെൻസ് പാറ്റേൺ. അതായത് രണ്ട് കമ്പനികൾക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊരു പ്ലാൻഡ് എക്സ്പെൻസ് പാറ്റേൺ ഉണ്ട് എന്ന് പറയാം. ദേ ആർ ഓൾസോ കൺസേൺഡ് അബൌട്ട് ദ വെൽഫെയർ ആൻഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനോട് വളരെയധികം കരുതലുള്ള കമ്പനികളാണ്. കാരണം രണ്ട് കമ്പനികളും ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിരിക്കുന്നത് എംപ്ലോയീസിന് വേണ്ടിയാണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സന്തോഷ സൂചിക. എംപ്ലോയീസിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡേറ്റ മാത്രം എഴുതിയാൽ പോകും. അതിനെക്കുറിച്ചുള്ള വിശകലനം വൃത്തിയായിട്ട് എഴുതണം. നിങ്ങളുടെ ഒപ്പീനിയൻസാണ് എഴുതേണ്ടത്, നിങ്ങളുടെ ഫൈൻഡിങ്സ്. അതിനാണ് നമ്മൾ അനാലിറ്റിക് പാരഗ്രാഫ് എന്ന് പറയുന്നത്.